ഇലക്ട്രൽ ബോണ്ടിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ 3 ആഴ്ചയ്ക്കകം കൈമാറാൻ SBIയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ വിശദാംശങ്ങൾ കൈമാറേണ്ടത്. ഇത് എങ്ങനെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ ബാധിക്കുക? വസന്ത, ഇക്കാര്യത്തിൽ BJPക്കും കോൺഗ്രസിനും CPMനും ഒക്കെ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല, ആശങ്കപ്പെടേണ്ട ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് എടുത്തു പറയാവുന്നത് ഭരിക്കുന്ന കക്ഷിയായ BJP തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് വെച്ചിട്ടാണെങ്കിൽ 2022-23 കാലഘട്ടത്തിൽ 90% ഇലക്ട്രൽ ബോണ്ടുകൾ എൻകാഷ് ചെയ്തിരിക്കുന്നത് BJP ആണ്. മൊത്തം 2018 മുതൽ ഇതുവരെയുള്ള കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഏകദേശം 16,000 കോടി രൂപയുടെ ബോണ്ടുകളാണ് വിറ്റഴിച്ചത്. അതിൽ തന്നെ 90% BJPക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണക്കാണുള്ളത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ ബോണ്ടുകൾ കൊണ്ടുവന്നത് എന്തിനാണ്? ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ കള്ളപ്പണം ഒഴുകുന്നത് തടയുന്നതിന് വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് എന്നാണ് അന്ന് ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ലോക്സഭയിലും പാർലമെൻറ്റിലും രാജ്യസഭയിലുമൊക്കെ പറഞ്ഞത്. അതായത് ആ കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് തടയുക, അത് സുതാര്യമാക്കുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗം സുതാര്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്നത് അക്ഷരാർത്ഥത്തിൽ അതൊരു ഒട്ടും സുതാര്യമല്ലാത്ത, ആരാണ് പണം കൊടുക്കുന്നതെന്നറിയാത്ത, ഏത് പാർട്ടിയാണ് ഈ പണം സ്വീകരിച്ചത് എന്ന് ജനങ്ങൾക്കറിയാത്ത തരത്തിലുള്ള തീർത്തും ഒപ്പേക്കായിട്ടുള്ള ഒരു സംവിധാനമായി ഇത് മാറി. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് എവിടെ നിന്ന് എത്ര തുക നൽകി എന്ന് നമുക്കറിയാൻ ഇനി 1 മാസം കാത്തിരുന്നാൽ മതി. മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും 13 എന്നുള്ളൊരു ഡേറ്റ് ആണെന്ന് തോന്നുന്നു. 13-നുള്ളിൽ, അതായത് 13 പറയുമ്പോൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, മാർച്ച് 31 എന്ന് പറയുന്നുണ്ട്. 31-നുള്ളിൽ ഈ പ്രക്രിയ എല്ലാം കഴിക്കണം. 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഈ SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കണം. അതിനുശേഷം 1 ആഴ്ചയ്ക്കുള്ളിൽ പബ്ലിഷ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. മാർച്ച് മാസത്തോടു കൂടി തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പണം ആർക്ക് ലഭിച്ചു എന്നുള്ളത് മനസ്സിലായി. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത്, ഇത് സുപ്രീം കോടതി എന്ന് പറഞ്ഞതാണ് ശരി. പണം നിങ്ങൾ നൽകിയിട്ടുണ്ടോ അത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയായിരിക്കണം, അല്ലെങ്കിൽ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയായിരിക്കും. ക്വിഡ് പ്രോ ക്വോ എന്ന് പറയുമ്പോൾ ഉദ്ദിഷ്ട കാര്യത്തിന് ഒരു ഉപകാര സ്മരണ എന്നുള്ള നിലയ്ക്കല്ലാതെ ആരും ഇത്ര കോടികൾ കൊണ്ട് ഒരു പാർട്ടിക്ക് നൽകില്ല. അത് കോൺഗ്രസ് ആയിരുന്നാലും ശരി, CPM ആയിരുന്നാലും ശരി, BJP ആയിരുന്നാലും ശരി. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാം. അതിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇൻഡിവിജ്വൽ ഒരു പാർട്ടിക്ക് കൊടുക്കുന്നതും ഒരു കമ്പനി ഒരു പാർട്ടിക്ക് കൊടുക്കുന്നതിന് നമുക്ക് ഒന്നായി കാണാൻ വേണ്ടി കഴിയില്ല എന്നതാണ്. ശരിയാണ്, അതാണ് അതിലൊരു ഘടകമെന്ന് പറയുന്നത്. ഒരു കമ്പനി പണം നൽകിയിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിലുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്, ഈ പണം ഇനി ആര് വാങ്ങി, ആരാണ് നൽകിയത് എന്നുള്ളത് ജനം അറിയുന്നു എന്നുള്ളതാണ്. ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിയുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇലക്ട്രൽ ബോണ്ട് തയ്യാറാക്കുന്നത് SBI ആണ്, അല്ലെങ്കിൽ ഈ കടപ്പത്രം പുറപ്പെടുവിക്കുന്നത് SBI ആണ്. SBI ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഈ നികുതിദായകനായ ഞാനും നിങ്ങളും കൊടുക്കുന്ന പണത്തിൽ നിന്നുള്ളതാണ് ഈ ഇലക്ട്രൽ ബോണ്ട്. ആ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുന്നത്. അപ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് വോട്ടറുടെ ഒരു അധികാരം, അല്ലെങ്കിൽ വോട്ടിൻ്റെ അധികാരം നോട്ടുകൾക്ക് മേൽ വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നോട്ട് കൊണ്ട് എല്ലാ കാര്യങ്ങളും നേടാമെന്നുള്ള ആ ഒരു സാഹചര്യം മാറുന്നു. വോട്ടറുടെ അധികാരം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ബസന്ത് പറഞ്ഞതുപോലെ തന്നെ വോട്ടർമാർക്ക് അവരുടെ അവകാശം പുനഃസ്ഥാപിക്കുന്ന ഒരു വിധി എന്ന വാദമാണ്, ഒരു വിലയിരുത്തലാണ് പൊതുവെ സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ വിധിക്കുള്ളത്. നമുക്കറിയാം, ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പായി തന്നെ ഈ സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജിയോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ അതിനു മുമ്പേ തന്നെ 2018 ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീം വന്നതിന് ശേഷം ആർക്കൊക്കെ എവിടെ നിന്ന് എത്ര തുക കിട്ടി എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമെന്നതാണ് ഇന്നത്തെ വിധിയുടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.